അപ്പോൾ ഇതുപോലത്തെ മാങ്ങ എടുക്കാം. ഇതാണ് മാമ്പഴത്തിന് പറ്റിയ മാങ്ങ. ഇത് നീരുകുടിയനായിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതൊരു ഏകദേശം ഞാനൊരു 10 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മാങ്ങ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. മാമ്പഴത്തിന് ബെസ്റ്റ് ഈ ഒരു മാങ്ങയാണ്. നിങ്ങൾക്ക് വേറെയും മാങ്ങ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത്. കുറച്ചും കൂടി മാമ്പഴത്തിൻ്റെ ഒരു മണവും ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു മാങ്ങയ്ക്കാണ്. അപ്പോൾ ഇതെന്തായാലും ഇങ്ങനത്തെ ഒരു മാങ്ങ 10 എടുത്തിട്ടുണ്ട്. ഇത് വെള്ളരിക്ക ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളരിക്ക വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇത് ഞാൻ ഇവിടെ ഉണ്ടായിട്ടുള്ള വെള്ളരിക്കയാണ്, അപ്പോൾ ഞാനിത് ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഇത് മാങ്ങ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഉണ്ടെങ്കിൽ ഇത് ഇട്ടോ വെള്ളരിക്ക. നമ്മുടെ മാമ്പഴവും വെള്ളരിക്കയും നന്നായിട്ട് തിളച്ചിങ്ങനെ വേവുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കര, അതായത് മാങ്ങയ്ക്ക്, എൻ്റെ മാങ്ങ ഇത്തിരി അത്ര പഴുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ അത്ര എന്താ പറയുക, ചെറിയൊരു പുളി ഉണ്ട്. അപ്പോൾ ഞാനപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നല്ല മധുരമുള്ള പഴുത്തിട്ടുള്ള മാങ്ങയാണെങ്കിൽ ശർക്കരയും ചേർക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ഒരു അച്ചെങ്കിലും ചേർക്കുന്നത് നല്ലതായിരിക്കും. ഒരു അച്ച് ശർക്കര ചേർക്കുന്നത് നല്ലതായിരിക്കും. ചിലർ പഞ്ചസാര ചേർക്കും, പക്ഷെ ഞാൻ പൊതുവേ ശർക്കരയാണ് ചേർക്കാറ്. ശർക്കരയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ തൈരും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി പുളിയാവും. അപ്പോൾ അത് കാരണം നമ്മളൊന്ന് ശർക്കര ചേർക്കുക. ശരിക്കും മാമ്പഴ പുളിശ്ശേരിക്ക് ഇത്തിരി പുളിയും അതുപോലെ തന്നെ ഇത്തിരി മധുരം ആണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അത് രണ്ടും കൂടിയുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ടും നമ്മൾ കുറച്ച് മധുരവും ഇത്തിരി നിൽക്കണം, അതുപോലെ തന്നെ പുളിയും ഇതിൽ നിൽക്കണം. അതാണ് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത്. വല്ലാണ്ട് പുളിയായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പുളിയും വേണം, അതുപോലെ തന്നെ ഇത്തിരി മധുരവും വേണം. മനസ്സിലായോ? വല്ലാണ്ട് പുളിയല്ല, പുളി മധുരം. അപ്പോൾ നമ്മുടെ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ തൈരൊക്കെ ചേർക്കും. തൈരൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഇത് തൈരിൻ്റെ പുളിയും പിന്നെ അപ്പോൾ നമ്മൾ ശർക്കര ചേർത്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു മധുരം രണ്ടും കൂടിയായിട്ട് ബാലൻസായി നിൽക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നീരുകുടിയൻ എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങയാണ്. അത് നമുക്ക് നീര് കുടിക്കാൻ കണ്ടില്ലേ, ഇതാണ് മാങ്ങ. ഇതായിരിക്കും മാങ്ങ. ഇങ്ങനത്തെ മാങ്ങയാണ് ഏറ്റവും നല്ലത് മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ. നിങ്ങൾക്ക് ഇങ്ങനത്തെ മാമ്പഴം കിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് സാധാരണ നമുക്ക് കിട്ടുന്ന മാങ്ങ, നല്ല പഴുത്ത മാങ്ങ ഉപയോഗിക്കാം. പക്ഷെ നല്ലത് ശരിക്കൊരു മാമ്പഴ പുളിശ്ശേരിക്ക് പറ്റിയ മാങ്ങ ഇങ്ങനത്തെ മാങ്ങയാണ്. നീരുകുടി എന്നൊക്കെ പറയും. ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതൊരു കുഞ്ഞു ടൈപ്പ് മാങ്ങയാണ്. അപ്പോൾ അതാണ് ശരിക്കും മാമ്പഴ പുളിശ്ശേരിക്ക് ചേർക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാങ്ങ വെച്ചിട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇത് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു മാങ്ങ വെച്ചിട്ട് നിങ്ങൾ പുളിശ്ശേരി ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് വെള്ളരിക്ക ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളരിക്ക ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാങ്ങ വെച്ചിട്ടായാലും നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ വെള്ളരിക്ക സാധാരണ എന്താ പറയുക, ഇതിൽ വേറെ എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ വെള്ളരിക്കയാണ് ചേർക്കുക, കുമ്പളങ്ങ ചേർക്കരുത്. വെള്ളരിക്കയാണ് ചേർക്കേണ്ടത് കേട്ടോ. ഞാൻ കാണിച്ചെന്നില്ലേ, അതാണ് വെള്ളരിക്ക. നമ്മൾ വിഷുവിനൊക്കെ കണി വെക്കാനൊക്കെ ആയിട്ട് വെള്ളരിക്ക യൂസ് ചെയ്യില്ലേ, ആ വെള്ളരിക്ക. അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വിഷു സ്പെഷ്യലായിട്ട് തന്നെ എടുത്തോളൂ ഈ റെസിപ്പി. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ എന്തായാലും ഈ ഒരു റെസിപ്പി കാണിച്ചു തരണം. അപ്പോൾ വിഷുവിന് എന്തായാലും ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്യാം. ഓക്കെ. നമ്മളെന്തായാലും വിഷുവിനൊരു മാമ്പഴ പുളിശ്ശേരി എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു പുളിശ്ശേരി എന്തായാലും നിങ്ങൾ വിഷുവിനൊക്കെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് മതി, ഈ ഒരു കറി മതി. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് ദിവസം ഓടും. കാരണം ഒരുപാട് ചോറും കഴിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി. ആർക്കും ഇഷ്ടമില്ലാത്തല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ല മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാം വിഷുവിന്. അപ്പോൾ എന്തായാലും സദ്യക്ക് ഈ മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ഇത് കൽച്ചട്ടി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കണേ. ഇത് കൽച്ചട്ടി ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ചൂട് കാരണം ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇത് തിളച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇത് നിന്നോളും. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇപ്രാവശ്യത്തെ വിഷുവിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഒന്ന് കുറുകും. ഈ ചൂടാറുമ്പോൾ ഇതൊന്ന് കുറുകും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ്. ഒത്തിരി ചൂടാറുമ്പോൾ നമുക്കത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യുക എല്ലാവരും.
ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പ്രാവശ്യത്തെ വിഷുവിന് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനിയൊരു പുതിയൊരു ഡിഷായിട്ട് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.